23 വർഷത്തെ പഴക്കം ഈ ഒരു വണ്ടിക്കുണ്ടെന്ന് നമ്മൾ ഓർക്കുന്നത് ഇങ്ങനെ ചില പണികൾ വരുമ്പോഴാണ്. 2-3 ദിവസമായിട്ട് നമ്മുടെ എസ്റ്റീമിൽ ഓട്ടത്തിന് ചെറിയൊരു മിസ്സിങ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താ കംപ്ലയിൻറ്റ് എന്നറിയാം. നമ്മൾ നോക്കിയപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ ഫ്യൂൽ പമ്പിൻ്റെയാണ് കംപ്ലയിൻറ്റ് വരുന്നത്. നമ്മൾ പമ്പ് ഓൾറെഡി വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഡെൻസോടെയാണ് വരുന്നത്. ഡെൻസോടെ തന്നെയാണ് ഓയി വരുന്നത്. അറൗണ്ട് 1600 ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. സോ ഇതാണ് നമ്മുടെ മാറ്റേണ്ട പമ്പ് വരുന്നത്. എസ്റ്റീമിൽ വരുമ്പോൾ നമ്മൾ താഴത്തെ ഫ്യൂൽ ടാങ്ക് അഴിച്ചാൽ മാത്രമേ നമുക്ക് പമ്പ് ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ നമ്മൾ ഫ്യൂൽ ടാങ്ക് എല്ലാം അഴിച്ചിറക്കി നമ്മൾ ഇനി അതിനകത്ത് നിന്ന് പമ്പ് നമ്മൾ റിമൂവ് ചെയ്യാൻ പോവുകയാണ്. പിന്നെ ഇത്രയും പഴക്കമുള്ള വണ്ടികൾ പണിയുമ്പോൾ നമ്മൾ മാക്സിമം കെയർഫുൾ ആയിട്ട് തന്നെ ശ്രദ്ധിച്ച് വേണം ഇതെല്ലാം അഴിക്കാൻ. കാരണം എന്തെങ്കിലും ഒരു സ്പെയർ പാർട്സ് കംപ്ലൈൻറ്റ് ഇത് കിട്ടാൻ പിന്നെ പാടാണ്. അങ്ങനെ നമ്മളെല്ലാം അഴിച്ചിട്ട് നമ്മൾ പമ്പ് വെളിയിലെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ആ ഒരു ഫുൾ സിസ്റ്റം വരുന്നത്. അതിൽ ഈ ഒരു ഐറ്റമാണ് നമ്മുടെ ഫ്യൂൽ ഗേജ് വരുന്നത്. അങ്ങനെ നമ്മുടെ പമ്പെല്ലാം സെറ്റ് ചെയ്ത് നമ്മൾ തിരിച്ചത് ഫിക്സ് ചെയ്യുവാണ്. അങ്ങനെ നമ്മുടെ വണ്ടിയുടെ വർക്ക് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി ഒരു ടെസ്റ്റ് ഡ്രൈവ് പോവുകയാണ്. ഇനി നമ്മൾ നേരെ പോകുന്ന ഇരുമ്പനത്തോട്ടാണ്. നമ്മൾ അവിടെ പോയിട്ടാണ് നമ്മൾ ഫുൾ ടാങ്ക് ഫ്യൂൽ അടിക്കാൻ പോകുന്നത്. മോസ്റ്റ്ലി നമ്മുടെ വണ്ടികളെല്ലാം ഫുൾ ടാങ്ക് ഫ്യൂൽ അടിക്കുമ്പോൾ ഡയറക്റ്റ് കമ്പനി ഡീൽ ചെയ്യുന്ന പമ്പിൽ നിന്ന് തന്നെയാണ് അടിക്കാറുള്ളത്. സോ അങ്ങനെയാണ് നമ്മൾ ഇരുമ്പനം വരെ വന്നത്. അങ്ങനെ ഇത് ഫുൾ ടാങ്ക് ഫ്യൂൽ എല്ലാം അടിച്ച് നമ്മൾ ലീക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് എല്ലാം ചെക്ക് ചെയ്തു. അങ്ങനെ ഒരു ലീക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ക കണ്ടീഷൻ ആയിട്ടുണ്ട്. ആ മിസ്സിങ്ങും മാറിയിട്ടുണ്ട്. അങ്ങനെ നമ്മളെ ഫ്രണ്ടിലത്തെ ഇൻഡിക്കേറ്ററിൽ ടിൻഡൂടെ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനത്തെ മുതലുകളെ കൊണ്ട് നടക്കുന്നത് വേറെ ലെവൽ തന്നെയാണ്. ക്ലാസിക് കാസിന് സ്നേഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ടിന് വീഡിയോ ഇപ്പോൾ തന്നെ അയച്ചു കൊടുക്കുക. കൂടുതൽ വീഡിയോസിനെ ഫോളോ ചെയ്യുക.